السلام عليكم ورحمة الله وبركاته. إنا لله وإنا إليه راجعون. ഏകദേശം ഒരു നൂറ്റാണ്ടോളം നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിന്ന അഭിവന്ദ്യരായ മുക്രി ഇസ്മായിൽ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ സുലൂൽ ഉസ്താദിൻ്റെ ശിഷ്യന്മാർക്ക് മറക്കാൻ പറ്റാത്തൊരു അവിഭാജ്യ ഘടകമാണ് ഇസ്മായിൽ ഉസ്താദ്. ആ എളിമയാർന്ന സ്വഭാവം, ആ ലാഘവത്തോടെയുള്ള സംസാരം, ആ പ്രസന്നമായ പുഞ്ചിരി, അദ്ദേഹത്തിന് സ്വർഗം കിട്ടാൻ മാത്രം ചെയ്ത ഒരു ഖിദ്മത്താണ് ജനാസയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ. സ്വന്തമായി വണ്ടിയില്ല, ഡ്രൈവിങ് അറിയില്ല, പക്ഷെ ഏത് കോറാമൂലയിലും ഏത് പാവപ്പെട്ടവൻ മരിച്ചാലും ഇസ്മായിൽ ഉസ്താദ് അവിടെ എത്തിയാൽ പിന്നെ ആ വീട്ടുകാർക്ക്, ആ കുടുംബക്കാർക്ക് ജനാസയെ ഒരു പുതിയാപ്പളയെപ്പോലെ കൊണ്ട് യാത്രയാക്കുന്ന വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. അതിൻ്റെ A to Z സാധനങ്ങളടക്കം ആരെങ്കിലും ഹദിയ കൊടുത്തിരിക്കാം, പക്ഷെ അതൊന്നും അദ്ദേഹം നോക്കാറില്ല. അവിടെ എത്തും, അതെൻ്റെ ഒരു കടമയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈറായ അമലുകൾ എന്താണ്, വലിയ പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, അതിൽ ഒന്ന് പറഞ്ഞത് തജ്ഹീസുൽ മയ്യത്ത് പരിപാലനമാണ്. അതിൽ 100% വിജയിച്ച ആളാണ് ഇസ്മായിൽ ഉസ്താദ്. ഇവർ എങ്ങനെ ഈ വിവരം അറിഞ്ഞു, ഇവർ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം അതൊന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങിയ ഈ മയ്യത്തിനെ ഒരു പ്രയാസം ഇല്ലാത്ത രൂപത്തിൽ ഖബറാകുന്ന ലോകത്തിലേക്ക് അയക്കാനുള്ള തിരക്കിലായിരിക്കും അദ്ദേഹം. ആ ഒറ്റ ഖിദ്മത്ത് മതി അദ്ദേഹത്തിന് സ്വർഗം കിട്ടാൻ. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ സുരുവേലിൽ ഉസ്താദ് ഉണ്ടാകുമ്പോൾ ഉസ്താദിനും അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹമാണ്. വണ്ടിയിൽ, ഓട്ടോറിക്ഷയിൽ, ഏത് പരിപാടിക്ക് പോകുമ്പോൾ ഇസ്മായിൽ ഉസ്താദ് റോഡ് സൈഡ് ഉണ്ടാകുമ്പോൾ, എത്ര തിരക്കുള്ള നിക്കാഹിന് പോകുമ്പോഴും സുരുവേൽ ഉസ്താദ് ഇസ്മായിൽ മുക്രിക്ക അവിടെ ഉണ്ടാവും, വിളിച്ചോളി. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്മായിൽ മുക്രിക്ക താഴെണ്ടാ, ഒന്ന് വിളിച്ചോ എന്ന് ശിഷ്യന്മാരോട്, മക്കളാകുന്ന ഞങ്ങളോടൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉസ്താദിനോടും അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുൽ ഖാദിർ ഹാജി ഉപ്പാപ്പ സുരുവേലി, അവരെ പൊരുത്തം അതായിരിക്കും ഈ ഖിദ്മത്തിനൊക്കെ മുന്നിട്ട് നിൽക്കാനുള്ള കാരണം. എല്ലാ സുലൂൽ ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളും ദാറുൽ അശ്അരിയൻ്റെ മുഹിബ്ബീങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിന് ദ്വാരക്കണം. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ഉന്നതമായ പദവി നൽകട്ടെ.
നൂറുകണക്കിന് മയ്യത്തുകളെ പരിപാലിച്ച് പുതിയാപ്പിളയെപ്പോലെ ആ അത്തറും ആ സുഗന്ധവും ആ സുറുമയും ഒക്കെ ഇട്ട് ഈ യാത്രയാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ട ആ ഒരു സന്തോഷം ഇന്ന് മയ്യത്തായി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങുന്ന ഇസ്മായിൽ ഉസ്താദിനും അള്ളാഹു ഖബറിൽ ആ പുതിയാപ്പിളിൻ്റെ സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.